GTA 5 എന്ന ഗെയിം കളിക്കുന്നവർക്ക് മാത്രമല്ല അതിലെ ചില മൂമെന്റ്സ് കാണുന്നവരെയും വണ്ടറടിപ്പിക്കാറുണ്ട്. സോ നമ്മളെ കുറച്ച് അധികം വണ്ടറടിപ്പിക്കുന്ന കുറച്ച് ക്ലിപ്സ് ഞാൻ ഇന്ന് കാണിച്ചു തരാം. ഓക്കെ, ഒരാളിതാ സൈക്കിളിൽ പോകുന്നുണ്ട്. സൈക്കിൾ ഡ്രിഫ്റ്റ് ആണോ? എടാ ഇവ എവിടെ പോടോ? എടാ ഇത് ആക്ച്വലി മോഡ്സ് ഒന്നുമല്ല, ഇത് പക്ക സ്കില്ലാണ്. എടാ എന്നാലും അവ എങ്ങനെയാണ് അവിടെ എത്തിയേ? ഓക്കെ, ഒരു ട്രക്ക് കുറെ സാധനങ്ങളുമായിട്ട് ഒരു കണ്ടെയ്നറിൽ വരുന്നുണ്ട്. എടാ സുമതിയോളം ഇതില് ഡ്രിഫ്റ്റ് ആയിരിക്കോ? ഓക്കെ, ട്രെയിലർ ഊരിപ്പോയി. ട്രെയിലർ കണ്ടം പിടിച്ച്. ആക്ച്വലി ഇത് മോഡൊന്നുമല്ല, ഇത് ശരിക്കും നടന്ന ഇൻസിഡൻസ് ആണ്. നമ്മുടെ ഗെയിം പ്ലേക്കകത്ത് ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. ഓക്കെ, അടുത്ത ഒരാൾ ബൈക്കിൽ കുന്നിറങ്ങി വരുന്നുണ്ട്. ബൈക്കിൽ നിന്ന് പോയി. പുള്ളിയുടെ 8 ലൈഫിൽ ഒരു സ്ട്രീക്ക് ഇപ്പൊ പോയതേ ഉള്ളൂ. ബാക്കി 7 കൂടി ഇനി പുള്ളിക്കോട്ട്. GTA 5 എന്ന ഗെയിം കളിക്കുന്നവർക്ക് മാത്രം. നിങ്ങളുടെ കയ്യിൽ 10 റുപ്യന്റെ ഓറി ബിസ്ക്കറ്റ് ഉണ്ടാ? നിങ്ങൾക്ക് ഇത് ഏത് സെലിബ്രിറ്റി ആണെന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? അപ്പൊ എത്രാമത്തെ കിട്ടാൻ നോക്കാം. ഓക്കെ, ഈ കണ്ണെവിടെയോ കണ്ട പോലെയുണ്ട്. ഞാൻ വിചാരിച്ച ആൾ തന്നെയാണോന്ന് അറിയില്ല. ഏകദേശം അതേപോലെ തന്നെ. എന്താണ്? ഓക്കെ, ഇപ്പൊ ഏകദേശം കൺഫേം ആയി. ഇപ്പൊ നല്ലോണം ഉറപ്പായി. സ്പീഡാണ്. അപ്പോ നിങ്ങൾക്ക് എത്രാമത്തെ? നിങ്ങൾക്ക് ഇത് ഏത് സെലിബ്രിറ്റി ആണെന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? അപ്പൊ എത്ര? മോനെ ഈ ഫോം കറക്റ്റ് ആയിട്ട് ഫില്ല് ചെയ്യണം കേട്ടോ. അച്ഛൻ എന്തായിട്ട് വർക്ക് ചെയ്യുന്നത്? പബ്ലിക് ട്രാൻസ്ജെൻഡർ. മറ്റേ പബ്ലിക് മറ്റേ KSRTC ഡ്രൈവറിങ്. പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ആണോ നീ ഉദ്ദേശിച്ചത്? അത് തന്നെ. നീ അങ്ങനെയൊന്നും എഴുതണ്ട. ഡ്രൈവർ KSRTC ബ്രാക്കറ്റിൽ എഴുതിയാൽ മതി. ഓക്കെ, പിന്നെ ഇൻഷുറൻസിന്റെ ഫില്ല് ചെയ്ത് വരാൻ പറഞ്ഞില്ലേ, അത് ഫില്ല് ചെയ്തു. എവിടെ നോക്കട്ടെ? പേര്, ലീഗൽ അഡ്രസ്, നമ്പർ. ലിംഗം വെച്ചിട്ടില്ല, അത് വെക്കണം. വെക്കാം. ഓക്കെ, ഫുൾ കവർ ആണോ? അല്ല, സുന്നത്ത് കഴിഞ്ഞതാ. ലിംഗം ഫുൾ കവർ ആണോ എന്ന് ചോദിച്ചു. എടാ അതല്ല, നിന്റെ ഇൻഷുറൻസ് ഫുൾ കവർ ഇൻഷുറൻസ് ആണോ എടുക്കുന്നതെന്ന്? അത് ഫുൾ കവർ ഇൻഷുറൻസ് തന്നെ. ഇവന്റെ അടുത്ത് സംസാരിച്ചാൽ ശരിയാവില്ല. വേണ്ടി ഞാൻ പറഞ്ഞ ഡീറ്റെയിൽസ് ഒക്കെ. നീ ഒരു കാര്യം ചെയ്തേ, ആ തന്ന ഫോമില്ലേ അത് കറക്റ്റ് ആയിട്ട് ഫില്ല് ചെയ്തിട്ട് പിന്നെ ഞാൻ പറഞ്ഞ മറ്റേ ഡോക്യുമെന്റ് കൊണ്ട് നാളെ വാ. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ശരിയാക്കാം. ശരി ചേട്ടാ. പോ അടുത്ത ആള് വാ. എന്താ ചേട്ടാ അപ്പൊ ഇതിനെ പെട്ടെന്ന് പറഞ്ഞേച്ചേ? ഡോക്ടർ, എനിക്ക് പൈൽസ് ആണെന്ന് 4മതൊരാൾ അറിയരുത്. ഞാൻ നാട്ടിലെ മെയിൻ ഗുണ്ടയും ഡ്രഗ് ഡീലറും ഒക്കെയാ. ഇല്ല, ആരും അറിയില്ല. ഡോക്ടർ, എന്റെ വയറാണെങ്കിൽ ശരിയില്ല. ഈ മൂലക്കുരു ഒരു 2 മിനിറ്റിൽ പിഴുതെടുക്കാൻ പറ്റുമോ? 2 മിനിറ്റ്? എന്താ മൂലക്കുരു അല്ല, ചക്കക്കുരു അല്ല. ഡോക്ടറെ, എന്നെ കളിയാക്കല്ലേ. എന്റെ കയ്യിൽ നിന്ന് പോയ ചോര തെറിപ്പിക്കും ഞാൻ. സോറി. ഒന്ന് പെട്ടെന്നാവട്ടെ. ഡോക്ടറെ, ആശാനിക്കുരു എങ്ങനെയായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക? ഇത് ഒന്നുമില്ലെങ്കിൽ പാരമ്പര്യം, അല്ലെങ്കിൽ ഭക്ഷണ രീതി. ഈ 2 കാരണങ്ങൾ വഴിയാവും. ഈ 2 വഴിയേ കുരു കിട്ടുള്ളൂ? അല്ലാതെ പിന്നെ കൃഷിഭവൻ വഴി കിട്ടാൻ എന്താ മത്തങ്ങക്കുരു? ഡോക്ടറെ, ഒരു തവണ പറഞ്ഞു എന്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് കളിയാക്കിക്കോ. കത്തി എടുപ്പിക്കല്ലേ, ചോര തെറിപ്പിക്കല്ലേ. സോറി, ഞാൻ സർജറിയിലേക്ക് കിടക്കാണ്. മയക്കുന്നില്ലേ? ഇപ്പൊ ടൈറ്റ്. കുത്തി കയറി. ഇത് ഏതാ സാധനം? എമ്മാണോ? അല്ല, ഉമ. അതെന്താ? ഉമാ മൂക്കുപൊടി. മൂക്കുപൊടിയാ? ഈ കഴിവറ മൻ ചോര തെറിപ്പിക്കുന്ന പറഞ്ഞപ്പോ ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല. ഡോക്ടറെ, Designing on a tight budget? അടിച്ച എത്രയോ ഓവറായി. അവളറിഞ്ഞ തീർന്നു. ഈ ചേട്ടനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഈ പയ്യനെ നല്ല കണ്ടുപരിചയം. ചേട്ടോ നിന്നെ, ചേട്ടനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. ഞാനും മോനെ എവിടെയോ കണ്ട പോലെയുണ്ട്. മോൻ എവിടെ പോയിട്ട് വരിക? ഞാനൊന്ന് ബാറിൽ പോയിട്ട് വരിക. മദ്യം കുടിക്കാനോ? അല്ലാതെ പിന്നെ പ്ലാവിലക്കഞ്ഞി കുടിക്കാൻ പോകും. ഇതൊക്കെ തെറ്റല്ലേ മോനെ? ഇതൊക്കെ എന്ത് തെറ്റ്?
ഗ്രീൻ ഹൾക്കും റെഡ് ഹൾക്കും കൂടി ഫൈറ്റ് ചെയ്താൽ ആര് ജയിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? രണ്ടുപേർക്കും ഏകദേശം ഒരേ സ്ട്രെങ്ത് ആണ്. ദേഷ്യം കൂടുന്നതിനനുസരിച്ച് രണ്ടുപേർക്കും സ്ട്രെങ്ത് കൂടുകയും ചെയ്യും. പക്ഷേ ഇവിടെയാണ് ശരിക്കും പ്രശ്നം വരുന്നത്. റെഡ് ഹൾക്കിന് ഗ്രീൻ ഹൾക്കിനേക്കാൾ സ്ട്രെങ്ത് കൂടുതലാണെങ്കിലും ദേഷ്യം കൂടുന്നതിനനുസരിച്ച് ഇതിന്റെ ബോഡിയിൽ ഹീറ്റ് ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കും. ഈ ഊഷ്മാവ് പതിയെ പതിയെ ഇതിനെ വീക്കാക്കും. സോ ഇവര് തമ്മിൽ ഫൈറ്റ് ഉണ്ടായാൽ ആദ്യം റെഡ് ഹൾക്കിനായിരിക്കും അപ്പർ ഹാൻഡ്. പക്ഷേ അൾട്ടിമേറ്റ്ലി റെഡ് ഹൾക്കിനെ OG ഹൾക്ക് മലത്തിയടിക്കും. ഗ്രീൻ ഹൾക്കും റെഡ് ഹൾക്കും കൂടി ഫൈറ്റ് ചെയ്താൽ ആര്